ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്ലബ്. ഇപ്പോൾ ഡേ 20 നമ്മൾ പഠിച്ചത് ഫ്യൂച്ചർ ടെൻസ് ആണ്. അതുമായി ബന്ധപ്പെട്ടൊരു ചെറിയ ടാസ്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ദ സെന്റൻസസ് ഇഫ് റോങ്. അല്ലേ? സെന്റൻസ് നോക്കുകയാണെങ്കിൽ ഡോക്ടർ വിൽ ഗിവിംഗ് പ്രിസ്ക്രിപ്ഷൻ, ഐ ഷാൽ ബി പ്ലേ ക്രിക്കറ്റ് ടുമാറോ, ഷി വിൽ ഹാസ് ഗോൺ ദെയർ. ഈ മൂന്ന് സെന്റൻസിലും എന്താണ് മിസ്റ്റേക്സ് എന്നുള്ളതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അത് ശരിയായിട്ടുള്ള സെന്റൻസ് എന്താണെന്ന് നോക്കിയാൽ, ഇപ്പോൾ ഡോക്ടർ വിൽ ഗിവിംഗ് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്കറിയാം സിമ്പിൾ ഫീച്ചറിന്റെ റൂൾ അനുസരിച്ച് അവിടെ വെർബിന്റെ V1 ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? ഡോക്ടർ വിൽ ഗീവ് പ്രിസ്ക്രിപ്ഷൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള സെന്റൻസ്. രണ്ടാമത്തെ സെന്റൻസ് ഐ ഷാൽ ബി പ്ലേ ക്രിക്കറ്റ് ടുമാറോ എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം ഐ ഷാൽ ബി എന്ന് പറഞ്ഞാൽ അവിടെ ഷാൽ ബി വിൽ ബി എന്നാൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ടെൻസിൽ വെർബിന്റെ ING ഫോമാണ് നമ്മൾ എഴുതേണ്ടത്, അല്ലേ? അവിടെ ING കൂടെ ചേർക്കണം. അപ്പോൾ എങ്ങനെ പറയും? ഐ ഷാൽ ബി പ്ലേയിങ് ക്രിക്കറ്റ് ടുമാറോ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള സെന്റൻസ്. മൂന്നാമത്തെ സെന്റൻസ് നോക്കാം, ഷി വിൽ ഹാസ് ഗോൺ ദെയർ, അല്ലേ? ഇത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. നമുക്കറിയാം ഫ്യൂച്ചർ പെർഫെക്റ്റിൽ നമ്മൾ വിൽ ഹാസ് എന്നങ്ങനെ യൂസേജ് ഇതുവരെ ഇംഗ്ലീഷിൽ ഇറങ്ങിയിട്ടില്ല. മിക്കവാറും അടുത്ത വർഷം ഇറങ്ങുമായിരിക്കാം. അപ്പം വിൽ ഹാവ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അപ്പം നമ്മൾ എങ്ങനെ പറയും? ഷി വിൽ ഹാവ് ഗോൺ ദെയർ എന്നുള്ളതാണ്. അപ്പോൾ ഈ മൂന്ന് സെന്റൻസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടെൻസ് ഏതാണെന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് കൊണ്ട് ഓക്സിലറി വെർബായാലും വെർബായാലും ശരിയായ രൂപത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇത് നമുക്ക് ഡേ 22 പഠിച്ചു തുടങ്ങാം. നെഗറ്റീവ് സെന്റൻസ്. അപ്പോൾ എന്താണ് നെഗറ്റീവ് സെന്റൻസ്? എന്തിനാണ് നമ്മൾ ഇംഗ്ലീഷിൽ നെഗറ്റീവ് സെന്റൻസുകൾ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം പോസിറ്റീവ് സെന്റൻസുകളാണ്. പോസിറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസന്റിൽ നമ്മൾ പഠിച്ചു അവർ വീട്ടിൽ വരാറുണ്ട്, ഞങ്ങൾ അവിടേക്ക് പോകാറുണ്ട്. ഇതൊക്കെ പോസിറ്റീവ് സെന്റൻസ് ആണ്. അതുപോലെ അവർ വീട്ടിൽ വന്നു, ഞാൻ അവിടെ പോയി, അവർ വീട്ടിൽ വരും, അല്ലെങ്കിൽ ഞാൻ നാളെ അവിടെ പോകും. ഇതെല്ലാം പോസിറ്റീവ് ആണ്. ഈ പറയുന്ന സെന്റൻസുകൾക്കെല്ലാം ഒരു നെഗറ്റീവ് കൂടെ ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ അവർ വരാറുണ്ട് എന്നുള്ളത് അവർ വരാറില്ല എന്ന് നമ്മൾ പറയാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ ഇന്നലെ അവർ വീട്ടിൽ വന്നു, ഇന്നലെ അവർ വീട്ടിൽ വന്നില്ല എന്ന് പറയാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. നാളെ അവർ വരും, നാളെ അവർ വരില്ല എന്ന് പറയാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത്തരത്തിൽ നെഗറ്റീവ് സെന്റൻസുകൾ ഉണ്ടാക്കാൻ ഇംഗ്ലീഷിൽ വളരെ എളുപ്പമാണ്. നമ്മൾ ഈ പഠിച്ച 12 ടെൻസിന്റെയും ഓക്സിലറി വെർബുകൾ, അതായത് ഈസ്, ആർ, ആം, വാസ്, വേർ, ഹാസ്, ഹാവ്, വില്ല്, അത് കഴിഞ്ഞൊരു നോട്ട് മാത്രം ചേർത്താൽ മതി. ആ സെന്റൻസുകളെല്ലാം നെഗറ്റീവ് സെന്റൻസുകളായി മാറും. വളരെ എളുപ്പമാണ്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ പഠിച്ച പോസിറ്റീവ് സെന്റൻസിന് ഒരു മാറ്റം ഉണ്ടാവില്ല. അവിടെ വെർബ് മാറൂല, ഓക്സിലറി മാറൂല, ഒന്നും മാറൂല. സെന്റൻസുകളെല്ലാം അതുപോലെ തന്നെയാണ്. അവിടെ ആകെ വ്യത്യാസം നമ്മളൊരു നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ, അത് എവിടെയാണ് ചേർക്കേണ്ടത്? ഓക്സിലറി വെർബുകൾ, ഈസാറാമും തുടങ്ങി വില്ലും ഷാളിലും അവസാനിക്കുന്ന ഓക്സിലറി വെർബ് കഴിഞ്ഞൊരു നോട്ട് ചേർത്താൽ മാത്രം മതി. ആ സെന്റൻസുകളെല്ലാം എന്തായി? നെഗറ്റീവായി മാറും. അപ്പോൾ അതെങ്ങനെയാണ് നെഗറ്റീവ് ആക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് പ്രസന്റ് ടെൻസിലെ 4 ടെൻസുകളിൽ എങ്ങനെ നെഗറ്റീവ് സെന്റൻസുകൾ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇവിടെ സെന്റൻസിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ സബ്ജക്റ്റ് കഴിഞ്ഞ് ഓക്സിലറി വെർബുകൾ, നമുക്കറിയാം പ്രസന്റ് ടെൻസിലെ ഓക്സിലറി വെർബുകൾ ഈസ്, ആർ, ആം, ഹാസ്, ഹാവ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഓക്സിലറി വെർബ് കഴിഞ്ഞ് ഒരു നോട്ട് മാത്രം നിങ്ങൾ അതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എന്താണ്? ആ സെന്റൻസുകൾ നെഗറ്റീവായി. പിന്നെ ആ ടെൻസിന്റെ റൂൾ അനുസരിച്ച് അതിൽ V1 ആണോ, അതുപോലെ ING ആണോ, V3 ആണോ എന്നുള്ളത് നോർമലായിട്ട് നമ്മൾ ആ ടെൻസിന്റെ റൂൾ അനുസരിച്ച് എഴുതുക. ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ് എഴുതി കഴിഞ്ഞാൽ ആ സെന്റൻസുകൾ എന്തായി? നെഗറ്റീവ് സെന്റൻസുകളായി മാറി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പഠിച്ച സിമ്പിൾ പ്രസന്റിലും സിമ്പിൾ പാസ്റ്റിലും നമ്മൾ പ്രത്യേകിച്ച് ഒരു ഓക്സിലറി വെർബ് വെച്ചല്ല പഠിച്ചത്. അപ്പൊ അതെന്താണ്? നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കുന്ന സമയത്ത് ആ 2 ടെൻസിനും വളരെയധികം എന്താണ് പ്രയാസമായി. അവർക്ക് ഓക്സിലറി വെർബ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നെഗറ്റീവ് സെന്റൻസുകൾ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അങ്ങനെ രണ്ടുപേരും കൂടെ സൂപ്പർ മാർക്കറ്റിൽ പോയി 3 ഓക്സിലറി വെർബുകൾ വാങ്ങിക്കൊണ്ട് വന്നു. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഓക്സിലറി വെർബ് മേടിക്കാൻ പോയപ്പോൾ അവിടെ ഒരു ഓഫർ ഉണ്ടായിരുന്നു, ഒന്നിനോടൊന്ന് ഫ്രീ. അപ്പൊ ഡൂം, ഡസും 2 ഓക്സിലറി വെർബ് സിമ്പിൾ പ്രസന്റിന് കിട്ടി. പക്ഷെ സിമ്പിൾ പാസ്റ്റ് ഓക്സിലറി വെർബ് മേടിക്കാൻ പോയപ്പോൾ ഓഫറൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഒരെണ്ണമേ വാങ്ങിയിട്ടുള്ളൂ. അതാണ് ഡിഡ് എന്നുള്ള ഓക്സിലറി വെർബ്. അപ്പൊ അത് വഴിയെ പഠിക്കാം സിമ്പിൾ പാസ്റ്റുമായി ബന്ധപ്പെട്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സിമ്പിൾ പ്രസന്റ് നെഗറ്റീവ് സെന്റൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന 2 ഓക്സിലറി വെർബുകളാണ് ഡൂം, ഡസും. അത് എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, സബ്ജക്റ്റ് ഒരാളാണെങ്കിൽ നമ്മൾ ഡസ് നോട്ട് എന്നും, ഒന്നിൽ കൂടുതൽ I ആണെങ്കിലോ ഡു നോട്ട് എന്നും എഴുതുക. അങ്ങനെ ഒരു സെന്റൻസിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം പ്രത്യേകം ഓർമ്മിച്ചു വയ്ക്കുക. ഇംഗ്ലീഷ് നിങ്ങൾ എവിടെ ഉപയോഗിച്ചാലും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡു, ഡസ്, ഡിഡ്, ഈ 3 ഓക്സിലറി വെർബ് ഒരു സെന്റൻസിൽ വന്നാൽ അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ക്വസ്റ്റ്യൻസിലായാലും ഏത് സെന്റൻസിലായാലും പിന്നെ നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട, വെർബിന്റെ V1 മാത്രം ഉപയോഗിച്ചാൽ മതി. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പല കൂട്ടുകാർക്കും പല സാഹചര്യങ്ങളിലും തെറ്റിപ്പോകുന്നതാണ്. ഇത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ നമുക്ക് നോക്കാം, സിമ്പിൾ പ്രസന്റിലാണ് ആദ്യം നമ്മൾ നെഗറ്റീവ് സെന്റൻസുകൾ ഉണ്ടാക്കാൻ പോകുന്നത്. സിമ്പിൾ പ്രസന്റിന്റെ മലയാള പ്രയോഗം നമുക്കറിയാം വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വരാറില്ല എന്നുള്ളതാണ്, അല്ലേ?
അപ്പോൾ ഇവിടെ സെന്റൻസ് നോക്കാം. ആദ്യം സിംഗുലർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഷീ ഡസ് കം എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഡസ് എന്നുള്ള ഓക്സിലറി വാങ്ങിക്കൊണ്ട് വന്നതാണ് സിമ്പിൾ പ്രസന്റ്. എന്തിനാണ്? അവിടെ നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി. അവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അത് കഴിഞ്ഞ് ഡസ് എഴുതി, എന്നിട്ട് അത് നെഗറ്റീവ് ആയാലും എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു നോട്ട് മിസ്സിംഗ് ആണ്. ഈ നോട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായി? നെഗറ്റീവായി മാറും. സെന്റൻസിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ സബ്ജക്ട് പ്ലസ് ഡസ് നോട്ട് അല്ലേ, പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഞാൻ പറഞ്ഞു ഇവിടെ സിമ്പിൾ പ്രസന്റ് ആകുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇവിടെ ഒരു എസ് വരണ്ടേ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഡു ഡസ് ഡിഡ് വന്നാൽ പിന്നെ നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട, വെർബിന്റെ V1 മാത്രം യൂസ് ചെയ്താൽ മതി. അതാണ് സെന്റൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഒന്നിൽ കൂടുതലാകുമ്പോൾ അല്ലേ, ഞാൻ പറഞ്ഞു ഡു എന്നുള്ള ഓക്സിലറി വെർബാണ് സിമ്പിൾ പ്രസന്റിൽ നെഗറ്റീവ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ഡു നോട്ട് എന്നാണ് എഴുതേണ്ടത് അല്ലേ. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കുക, സബ്ജക്റ്റ് പ്ലസ് ഡു പ്ലസ് നോട്ട് പ്ലസ് വെർബ്. നമ്മൾ പറയുന്നത് ദേ ഡു നോട്ട് കം, അവർ വരാറില്ല എന്നുള്ളതാണ്. ഈ മൂന്നാമത്തെ സെന്റൻസ് ഐ വെച്ചാണ്. ഐ പ്ലൂറലായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഐയുടെ കൂടെ ഡസ് നോട്ട് വരില്ല, ഡു നോട്ട് ആണ് എഴുതേണ്ടത്. അപ്പൊ സെന്റൻസ് നോക്കുകയാണെങ്കിൽ ഐ ഡു നോട്ട് കം അല്ലേ. വളരെ എളുപ്പമാണ്. സിമ്പിൾ പ്രസന്റിൽ നമ്മൾ നെഗറ്റീവ് ഉണ്ടാക്കാൻ സിംഗുലർ ആണെങ്കിൽ ഒരാളാണെങ്കിൽ സബ്ജക്റ്റ് നമ്മൾ ഡസ് നോട്ട് എന്നും, ഒന്നിൽ കൂടുതൽ ഐ ആണെങ്കിലും നമ്മൾ ഡു നോട്ട് എന്നും എഴുതി കഴിഞ്ഞാൽ ആ സെന്റൻസുകൾ നെഗറ്റീവായി മാറി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെർബിന്റെ V1 ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമുക്ക് അടുത്ത ടെൻസ് നോക്കാം, പ്രസന്റ് പെർഫെക്റ്റ്. നമ്മൾ വന്നിട്ടുണ്ട് എന്നാണ് മലയാളത്തിൽ അത് പഠിച്ചിട്ടുള്ളത്. അതിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഓക്സിലറി വെർബ് നോക്കുകയാണെങ്കിൽ ഹാസും ഹാവുമാണ് നമ്മൾ പഠിച്ചത്. ഞാൻ പറഞ്ഞു വളരെ എളുപ്പമാണ് നെഗറ്റീവ് ഉണ്ടാക്കാൻ. സബ്ജക്റ്റ് കഴിഞ്ഞ് നമ്മൾ ഹാസും ഹാവും കഴിഞ്ഞ് ഒരു നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ ആ സെന്റൻസുകൾ നെഗറ്റീവായി മാറി. ഇവിടെ സെന്റൻസുകൾ നോക്കാം. ഷീ ഹാസ് കം അല്ലേ, അവൾ വന്നിട്ടുണ്ട്. ദേ ഹാവ് കം, അവർ വന്നിട്ടുണ്ട്. ഐ ഹാവ് കം, ഞാൻ വന്നിട്ടുണ്ട്. ഇതെല്ലാം പോസിറ്റീവ് സെന്റൻസുകളാണ്. ഞാൻ പറഞ്ഞു ഇവിടെ ഓക്സിലറി വെർബ് ഹാസും ഹാവും കഴിഞ്ഞ് ഒരു നോട്ട് മാത്രം ചേർത്താൽ മതി. പോസിറ്റീവ് സെന്റൻസിന് മാറ്റം ഉണ്ടാവില്ല, അത് എന്താ നെഗറ്റീവ് സെന്റൻസ് ആയി മാറും. ഇവിടെ ശ്രദ്ധിച്ചാൽ ഞാൻ നോട്ട് മാത്രം ചേർക്കാൻ പോവുകയാണ്. ഇവിടെ നോട്ട് മാത്രം ചേർത്തു. അപ്പൊ ആ സെന്റൻസ് എല്ലാം നെഗറ്റീവായി മാറി. ഷീ ഹാസ് നോട്ട് കം, എന്താണ് അവൾ വന്നിട്ടില്ല എന്നായി. ദേ ഹാവ് നോട്ട് കം, അവർ വന്നിട്ടില്ല എന്നായി. ഐ ഹാവ് നോട്ട് കം, ഞാൻ വന്നിട്ടില്ല എന്നായി. അടുത്ത ഇനി കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസിൽ ഇല്ലേ, നമുക്കറിയാം വരുന്നു എന്നുള്ളതാണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ മലയാളം യൂസേജ്. അവിടെ നെഗറ്റീവ് ആകുമ്പോൾ വരുന്നില്ല എന്നായി മാറി. അവിടെ നമുക്ക് ഓക്സിലറി വെർബ് അറിയാം, ഈസാറാമാണ് നമ്മൾ പഠിച്ചത്. അത് കഴിഞ്ഞൊരു നോട്ട് ചേർത്താൽ എന്തായി? ആ സെന്റൻസ് നെഗറ്റീവായി മാറി. സബ്ജക്റ്റ് ഒരാളാണെങ്കിൽ നമുക്കറിയാം ഈസ് എന്നും, ഒന്നിൽ കൂടുതലാണെങ്കിൽ ആർ എന്നും, ഐ ആണെങ്കിൽ ആം എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അല്ലേ ഒരു നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ഷീ ഈസ് കമ്മിങ് എന്ന് പറഞ്ഞാൽ അവൾ വരുന്നു എന്നാണ്. ദേ ആർ കമ്മിങ്, അവർ വരുന്നു. ഐ ആം കമ്മിങ്, ഞാൻ വരുന്നു. ഇത് വരുന്നില്ല എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു ഈസ് ആർ ആം ഓക്സിലറി വെർബ് കഴിഞ്ഞ ഒരു നോട്ട് മാത്രം ചേർക്കുക. പോസിറ്റീവ് സെന്റൻസിന് ഒരു മാറ്റം ഉണ്ടാവില്ല, നെഗറ്റീവ് ഉണ്ടാക്കാം. അപ്പൊ എങ്ങനെ പറയും? ഷീ ഈസ് നോട്ട് കമ്മിങ്, ദേ ആർ നോട്ട് കമ്മിങ്, ഐ ആം നോട്ട് കമ്മിങ് അല്ലേ. വരുന്നില്ല എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു നോട്ട് മാത്രം ചേർത്തപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസിൽ എന്തായി? അത് നെഗറ്റീവ് സെന്റൻസ് ആയി മാറി. പ്രസന്റ് കണ്ടിന്യൂസിന്റെയും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെയും മലയാള യൂസേജ് സെയിം തന്നെയാണ്. വരുന്നു എന്നുള്ളത് വരുന്നില്ല എന്നായി നെഗറ്റീവ് സെന്റൻസുകളിൽ മാറും. അവിടെ ഹാസ് ബീനും ഹാവ് ബീനും വരുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ നമ്മൾ ഓക്സിലറി വെർബ് ഹാസും ഹാവും കഴിഞ്ഞ് നോട്ട് കഴിഞ്ഞാണ് നിങ്ങൾ ബീൻ എഴുതേണ്ടത്. എങ്കിൽ മാത്രമേ ആ സെന്റൻസ് എന്താണ് കറക്റ്റ് സ്ട്രക്ചറിൽ വരികയുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ സെന്റൻസ് നോക്കുകയാണെങ്കിൽ ഷീ ഹാസ് ബീൻ കമ്മിങ് അല്ലേ, അവൾ എന്താണ് വരുന്നു എന്നുള്ളതാണ്. ദേ ഹാവ് ബീൻ കമ്മിങ്, അവർ വരുന്നു എന്നുള്ളതാണ്. ഐ ഹാവ് ബീൻ കമ്മിങ്, ഞാൻ വരുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം പോസിറ്റീവ് സെന്റൻസുകളാണ്. ഇതിന് നെഗറ്റീവ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഹാസ് ഹാവും കഴിഞ്ഞൊരു നോട്ട് ചേർക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബീൻ എഴുതേണ്ടത്. അത് പ്രത്യേകം എന്താണ് ഓർമ്മിക്കുക. പെർഫെക്റ്റ് കണ്ടിന്യൂസിലെല്ലാം അങ്ങനെ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഷീ ഹാസ് നോട്ട് ബീൻ കമ്മിങ്, ദേ ഹാവ് നോട്ട് ബീൻ കമ്മിങ്, ഐ ഹാവ് നോട്ട് ബീൻ കമ്മിങ് അല്ലേ. അപ്പം വളരെ അനായാസം നമ്മൾ എന്താണ് നെഗറ്റീവ് സെന്റൻസുകൾ പ്രസന്റ് ടെൻസിൽ ഉണ്ടാക്കി. നമ്മൾ ഈ പഠിച്ച പോസിറ്റീവ് സെന്റൻസുകളിൽ ഒരു നോട്ട് മാത്രം ഓക്സിലറി വെർബുകൾ കഴിഞ്ഞ് ചേർത്തപ്പോൾ ആ സെന്റൻസുകളെല്ലാം പ്രസന്റ് ടെൻസിൽ നെഗറ്റീവായി മാറി എന്നുള്ളതാണ്. വളരെ എളുപ്പമാണ്. അടുത്ത് നമുക്ക് പാസ്റ്റ് ടെൻസുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നെഗറ്റീവ് സെന്റൻസുകൾ ഉണ്ടാക്കുന്നതെന്ന് പഠിക്കാം. ഇവിടെ പാസ്റ്റ് ടെൻസിൽ നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാനും സെന്റൻസിന്റെ സ്ട്രക്ചറിൽ ഒരു മാറ്റവും ഇല്ല. സബ്ജക്റ്റ് കഴിഞ്ഞ് നമ്മൾ ഓക്സിലറി വെർബ് ഏതാണോ അത് എഴുതുക. അത് കഴിഞ്ഞൊരു നോട്ട് മാത്രം ചേർത്താൽ എന്തായി ആ സെന്റൻസുകളെല്ലാം നെഗറ്റീവ് സെന്റൻസുകളായി മാറും. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം, സിമ്പിൾ പാസ്റ്റിലാണ് നമ്മൾ നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞു സിമ്പിൾ പാസ്റ്റും സിമ്പിൾ പ്രസന്റും പ്രത്യേകിച്ച് നമ്മൾ ഓക്സിലറി വെർബ് ഒന്നും പഠിക്കാത്തത് കൊണ്ട് പോസിറ്റീവ് സെന്റൻസുകളിൽ അവർ കടയിൽ പോയി ഓക്സിലറി വെർബ് വാങ്ങിക്കൊണ്ട് വന്നു അല്ലേ. സിമ്പിൾ പ്രസന്റ് നമ്മൾ പഠിച്ചാണ്, ഡൂ ഡസും ആണ്. പക്ഷെ സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ മനസ്സിലാക്കിയത് അവിടെ ഓഫർ ഒന്നുമില്ല, ഒരൊറ്റ ഓക്സിലറി വെർബേ ഉള്ളൂ. സബ്ജക്റ്റ് എന്ത് തന്നെ ആയാലും
ആ ഡിഡ് എന്നുള്ള ഓക്സിലറി വെർബ് ഉപയോഗിച്ചുകൊണ്ട് അത് നെഗറ്റീവ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡിഡ് നോട്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ സിമ്പിൾ പാസ്റ്റിൽ എന്തായി നെഗറ്റീവ് സെന്റൻസുകളായി. ഇവിടെ നമുക്ക് സെന്റൻസ് നോക്കാം. വന്നു എന്നാണ് നമ്മൾ പോസിറ്റീവ് സെന്റൻസുകൾ മലയാളത്തിൽ പറയുന്നത് സിമ്പിൾ പാസ്റ്റുമായി ബന്ധപ്പെട്ട് അല്ലേ. അതിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഡിഡ് നോട്ട് എന്നുള്ളതാണ് നെഗറ്റീവ് സെന്റൻസുകൾ ഉണ്ടാക്കാൻ സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞതാണ്. ഇവിടെ സെന്റൻസുകൾ നോക്കുകയാണെങ്കിൽ ഷീ ഡിഡ് കം, ദേ ഡിഡ് കം, ഐ ഡിഡ് കം. ഈ സെന്റൻസുകൾ നെഗറ്റീവ് ആക്കാൻ ഈ ഡിഡിന്റെ കൂടെ നമ്മൾ നോട്ട് മാത്രം ചേർത്താൽ മതി. ആ വാചകങ്ങളെല്ലാം നെഗറ്റീവായി മാറും. ഷീ ഡിഡ് നോട്ട് കം, അവൾ വന്നില്ല. ദേ ഡിഡ് നോട്ട് കം, അവർ വന്നില്ല. ഐ ഡിഡ് നോട്ട് കം, ഞാൻ വന്നില്ല. വളരെ എളുപ്പമാണ്. ഓക്സിലറി വെർബ് അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഡിഡ് നോട്ട് എന്ന് യൂസ് ചെയ്തുകൊണ്ട് വെർബിന്റെ V1 എഴുതി കഴിഞ്ഞാൽ ആ സെന്റൻസുകൾ നെഗറ്റീവ് സെന്റൻസുകളായി മാറും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പോസിറ്റീവിലായാലും നെഗറ്റീവിലായാലും ക്വസ്റ്റ്യൻസിലായാലും ഡു ഡസ് ഡിഡ് എവിടെ വന്നാലും പിന്നെ നിങ്ങൾ വെർബിന്റെ V1 ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് നോക്കാം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അല്ലേ. വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ മലയാളം യൂസേജ്. അത് നമ്മൾ നെഗറ്റീവ് പറയുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവിടെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ഹാഡ് എന്നുള്ളതാണ്. ഹാഡ് പ്ലസ് V3 അല്ലേ. അവിടെ നെഗറ്റീവ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഹാഡ് നോട്ട് പ്ലസ് എന്താണ് വെർബിന്റെ രൂപം, അത് V3 ആണ്. പെർഫെക്റ്റ് ടെൻസ് ആയതുകൊണ്ട് നമുക്കറിയാം. ഇവിടെ സബ്ജക്റ്റ് എഴുതുക, ഹാഡ് നോട്ട് എഴുതുക, വെർബിന്റെ V3 എഴുതി കഴിഞ്ഞാൽ എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ നെഗറ്റീവായി. ഇവിടെ സെന്റൻസുകൾ നോക്കാം. ഷീ ഹാഡ് കം, ദേ ഹാഡ് കം, ഐ ഹാഡ് കം അല്ലേ. ഇവിടെ ഹാഡ് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഒരു നോട്ട് മാത്രം ചേർത്താൽ എന്തായി ആ സെന്റൻസുകൾ നെഗറ്റീവായി മാറി. ഷീ ഹാഡ് നോട്ട് കം, അവൾ വന്നിട്ടുണ്ടായിരുന്നില്ല. ദേ ഹാഡ് നോട്ട് കം, അവർ വന്നിട്ടുണ്ടായിരുന്നില്ല. ഐ ഹാഡ് നോട്ട് കം, ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നായി. ആ സെന്റൻസിൽ നോട്ട് ചേർത്തത് കൊണ്ട് നമുക്ക് കിട്ടുന്ന അർത്ഥം എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് അല്ലേ. അത് നെഗറ്റീവ് ഉണ്ടാകാൻ വളരെ എളുപ്പമാണ്. എൻ്റെ മലയാളം ചെയ്ത് പോസിറ്റീവ് നമ്മൾ പറയുന്നത് വരുമായിരുന്നു അല്ലേ, അല്ലെങ്കിൽ വന്നിരുന്നു എന്നുള്ളതാണ്. അതിന്റെ നെഗറ്റീവ് വന്നിരുന്നില്ല അല്ലെങ്കിൽ വരുമായിരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസിന്റെ ഓക്സിലറി വെർബ് വാസും വേറുമാണെന്ന് അറിയാം. സബ്ജക്റ്റ് ഒരാളാണെങ്കിലും ഐ ആണെങ്കിലും വാസ്, ഒന്നിൽ കൂടുതലാണെങ്കിൽ വേറ്. അത് കഴിഞ്ഞ് നമ്മൾ നെഗറ്റീവ് ഉണ്ടാക്കാൻ എന്താണ് ഒരു നോട്ട് മാത്രം ചേർത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു. പോസിറ്റീവ് സെന്റൻസിന് ഒരു മാറ്റം ഉണ്ടാവില്ല. ഇവിടെ സെന്റൻസുകൾ നോക്കുകയാണെങ്കിൽ ഷീ വാസ് കമ്മിങ് ഇല്ലേ, അവൾ വന്നിരുന്നു. ദേ വേർ കമ്മിങ്, അവർ വന്നിരുന്നു. ഐ വാസ് കമ്മിങ്, ഞാൻ വന്നിരുന്നു എന്നുള്ളതാണ്. ഒരു നെഗറ്റീവ് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞു ഒന്നും ആലോചിക്കണ്ട, ഒരു നോട്ട് മാത്രം ചേർക്കുക. എവിടെയാണ് ഓക്സിലറി വെർബായ വാസും വേറും കഴിഞ്ഞിട്ട് നോട്ട് മാത്രം ചേർത്തപ്പോൾ ആ സെന്റൻസുകൾ നെഗറ്റീവായി മാറി. ഷീ വാസ് നോട്ട് കമ്മിങ്, അവൾ വന്നിരുന്നില്ല. ദേ വേർ നോട്ട് കമ്മിങ്, അവർ വരുമായിരുന്നില്ല. ഐ വാസ് നോട്ട് കമ്മിങ്, ഞാൻ വന്നിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ നെഗറ്റീവ് സെന്റൻസുകൾ പാസ്റ്റ് കണ്ടിന്യൂസിൽ ഉണ്ടാക്കേണ്ടത്. ഇനി പാസ്റ്റ് കണ്ടിന്യൂസിന്റെയും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെയും എന്താണ് യൂസേജ് സെയിം ആണ് ഞാൻ പറഞ്ഞു. വ്യത്യാസം ദൈർഘ്യമാണ്. മലയാള പ്രയോഗവും സെയിം തന്നെയാണ്. വന്നിരുന്നില്ല അല്ലെങ്കിൽ വരുമായിരുന്നില്ല. ഇവിടെ ഞാൻ പറഞ്ഞു പെർഫെക്റ്റ് കണ്ടിന്യൂസിലെല്ലാം വരുമ്പോൾ ഒരു ബീൻ കൂടെ അവിടെ വരുന്നത് കൊണ്ട് തന്നെ അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്താണ് നെഗറ്റീവ് സെന്റൻസുകൾ ഉണ്ടാക്കേണ്ടത്. ഹാസ് ബീനും ഹാവ് ബീനും ആണെങ്കിൽ ഹാസ് നോട്ട് ബീൻ എന്നും ഹാവ് നോട്ട് ബീൻ എന്നും, അതുപോലെ പാസ്റ്റിൽ വരുമ്പോൾ ഹാഡ് നോട്ട് ബീൻ എന്നുള്ളതാണ്. ഫ്യൂച്ചർ വരുമ്പോൾ വിൽ നോട്ട് ഹാവ് ബീൻ എന്നുള്ളതാണ്. പ്രത്യേകം മനസ്സിലാക്കുക. അത് ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ സബ്ജക്റ്റ് കഴിഞ്ഞ് നമ്മൾ ഹാഡ് എഴുതി, അത് കഴിഞ്ഞ് നോട്ട് കഴിഞ്ഞാണ് ബീൻ ചേർത്തത്. ഇതിനിടയ്ക്ക് ഒരു നോട്ട് ചേർക്കുക എന്നുള്ളതാണ് നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ചെയ്യേണ്ടത്. ഇവിടെ സെന്റൻസ് നോക്കുകയാണെങ്കിൽ ഷീ ഹാഡ് ബീൻ കമ്മിങ്, അവൾ വരുമായിരുന്നു. ദേ ഹാഡ് ബീൻ കമ്മിങ്, അവർ വരുമായിരുന്നു. ഐ ഹാഡ് ബീൻ കമ്മിങ്, ഞാൻ വരുമായിരുന്നു. ഒരു നോട്ട് ചേർക്കുമ്പോൾ സെന്റൻസ് മാറുന്നു നോക്കാം. ഷീ ഹാഡ് നോട്ട് ബീൻ കമ്മിങ്, അവൾ വരുമായിരുന്നില്ല. ദേ ഹാഡ് നോട്ട് ബീൻ കമ്മിങ്, അവർ വരുമായിരുന്നില്ല. ഐ ഹാഡ് നോട്ട് ബീൻ കമ്മിങ്, ഞാൻ വരുമായിരുന്നില്ല. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ പാസ്റ്റ് ടെൻസുമായി ബന്ധപ്പെട്ട് നെഗറ്റീവ് സെന്റൻസുകൾ ഉണ്ടാക്കുന്നത്. ഇനി ഫ്യൂച്ചർ ടെൻസുമായി ബന്ധപ്പെട്ട് നെഗറ്റീവ് സെന്റൻസുകൾ എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. ഇപ്പോൾ ആദ്യം നമുക്ക് നോക്കാം സിമ്പിൾ ഫ്യൂച്ചർ ആണ് അല്ലേ. അവിടെ വരും എന്നുള്ളതാണ് എന്താണ് മലയാള യൂസേജ് സിമ്പിൾ ഫ്യൂച്ചറിൽ. അവിടെ നമ്മൾ വരില്ല എന്നുള്ളതാണ് നെഗറ്റീവ് സെന്റൻസുകൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അർത്ഥം. ഇവിടെ ഷീ വിൽ കം, അവൾ വരും. ദേ വിൽ കം, അവർ വരും. ഐ വിൽ കം, ഞാൻ വരും. ഞാൻ പറഞ്ഞു ഓക്സിലറി നമുക്കറിയാം വില്ലും ഷാളും മേയും ക്യാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞൊരു നോട്ട് മാത്രം ചേർത്താൽ മതി. പോസിറ്റീവ് സെന്റൻസിന് ഒരു മാറ്റവും ഇല്ല. ഇവിടെ നിങ്ങൾക്ക് കാണാം ഷീ വിൽ കം എന്നും ദേ വിൽ കം എന്നും ഐ വിൽ കം എന്നും, ഇതെല്ലാം പോസിറ്റീവ് സെന്റൻസ് ആണ്. നമ്മൾ പഠിച്ചതാണ് സിമ്പിൾ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട്. ഇതിൽ നെഗറ്റീവ് ഉണ്ടാക്കാൻ വളരെ എളുപ്പം ഒരു നോട്ട് മാത്രം ഞാൻ ചേർക്കുന്നത് നെഗറ്റീവായി മാറി. ഷീ വിൽ നോട്ട് കം, അവൾ വരില്ല. ദേ വിൽ നോട്ട് കം, അവർ വരില്ല. ഐ വിൽ നോട്ട് കം, ഞാൻ വരില്ല. ഇത് വളരെ എളുപ്പമാണ്. ഒരു നോട്ട് മാത്രം ചേർത്തപ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ എന്തായി, അത് നെഗറ്റീവ് സെന്റൻസ് ആയി മാറി. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ് അല്ലേ. പെർഫെക്റ്റിൽ വരുന്നുണ്ടാകും എന്നുള്ളതാണ് അതിന്റെ മലയാള യൂസേജ്. അതിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വരുന്നുണ്ടാകില്ല എന്നുള്ളതാണ്.
ഇവിടെ ഫ്യൂച്ചർ പെർഫെക്റ്റിൽ എൻ്റെ ഓക്സിലറി വെർബ് നമുക്കറിയാം വിൽ ഹാവ്, ഷാൽ ഹാവ്, മേ ഹാവ്, ക്യാൻ ഹാവ്, ഇതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. വിൽ ഹാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫ്യൂച്ചറിലെല്ലാം നമ്മൾ വില്ല് കഴിഞ്ഞ് നോട്ട് ചേർക്കണം. അതിനുശേഷമാണ് നമ്മൾ ബിയും ഹാവും ഹാവ് ബീനൊക്കെ ചേർക്കേണ്ടത്. എപ്പോഴും ശ്രദ്ധിക്കുക, ഫ്യൂച്ചറിൽ നെഗറ്റീവ് ഉണ്ടാക്കാൻ വില്ലോ ഷാളോ മേയോ ക്യാനോ കഴിഞ്ഞ ഉടനെ നമ്മൾ നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചർ ടെൻസിൽ എന്തായി നെഗറ്റീവായി മാറും. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിൽ ഹാവ് എന്നുള്ളത് നമ്മൾ അതിനകത്ത് വില്ല് കഴിഞ്ഞ് നോട്ട് ചേർത്തിട്ടാണ് തന്നെ ഹാവ് എഴുതുന്നത്. അപ്പോഴേ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആവുള്ളൂ. എങ്ങനെ പറയും? സബ്ജക്റ്റ് കഴിഞ്ഞ് വിൽ നോട്ട് ഹാവ് പ്ലസ് വെർബ് എന്നുള്ളതാണ് അതിന്റെ സ്ട്രക്ചർ അല്ലേ. സെന്റൻസ് നോക്കുകയാണെങ്കിൽ ഷി വിൽ ഹാവ് കം, അവൾ വരുന്നുണ്ടാകും. ദേ വിൽ ഹാവ് കം, അവർ വരുന്നുണ്ടാകും. ഐ വിൽ ഹാവ് കം, ഞാൻ വരുന്നുണ്ടാകും. അപ്പൊ ഈ പറഞ്ഞ പോലെ വില്ലും ഹാവിനും ഇടയ്ക്ക് നമ്മൾ നോട്ട് ചേർക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു. ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് വില്ല് കഴിഞ്ഞ് നോട്ട് ചേർക്കുക, വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം എഴുതുക. ഇവിടെ നോട്ട് ചേർക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഷി വിൽ നോട്ട് ഹാവ് കം, അവൾ വരുന്നുണ്ടാകില്ല. ദേ വിൽ നോട്ട് ഹാവ് കം, അവർ വരുന്നുണ്ടാകില്ല. ഐ വിൽ നോട്ട് ഹാവ് കം, ഞാൻ എന്താണ് വരുന്നുണ്ടാകില്ല എന്നുള്ളതാണ്. ഇനി അടുത്ത നമുക്കറിയാം ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ് ഇല്ലേ, വരുമായിരിക്കും എന്നുള്ളതാണ്. അവിടെ വരുമായിരിക്കില്ല എന്നുള്ളതാണ് അതിന്റെ നെഗറ്റീവുമായി ബന്ധപ്പെട്ടുള്ള മലയാള പ്രയോഗം. ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സബ്ജക്ട് പ്ലസ് എന്താണ് വിൽ ബി ആണ് അല്ലേ. വില്ല് കഴിഞ്ഞ് നമ്മൾ ബി എഴുതി കഴിഞ്ഞ് പിന്നെ വെർബിന്റെ ing ചേർത്താൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞു വില്ല് കഴിഞ്ഞ് നമ്മൾ നോട്ട് ചേർക്കുക, അതിനുശേഷം നമ്മൾ ബി ചേർക്കുന്നത്. അപ്പോഴേ അതിന്റെ സ്ട്രക്ചർ കറക്റ്റ് ആക്കുകയുള്ളൂ. ഇവിടെ സെന്റൻസ് നോക്കാം, പോസിറ്റീവ് സെന്റൻസുകൾ. ഷി വിൽ ബി കമ്മിങ്, അവൾ വരുമായിരിക്കും. ദേ വിൽ ബി കമ്മിങ്, അവർ വരുമായിരിക്കും. ഐ വിൽ ബി കമ്മിങ്, ഞാൻ വരുമായിരിക്കും അല്ലേ. അത് നെഗറ്റീവ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ. അവൾ വരുമായിരിക്കില്ല എന്ന് പറയാൻ നമ്മളൊരു നോട്ട് മാത്രം ചേർക്കുന്നു. ദേ വിൽ നോട്ട് ബി കമ്മിങ്, അവർ വരുമായിരിക്കില്ല. ഐ വിൽ നോട്ട് ബി കമ്മിങ്, ഞാൻ വരുമായിരിക്കില്ല എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. സെയിം യൂസേജ് തന്നെയാണ് വരുമായിരിക്കില്ല എന്നുള്ളത് അല്ലേ. ആ രണ്ട് ടെൻസ് തമ്മിൽ വ്യത്യാസം അതിന്റെ ദൈർഘ്യം മാത്രമാണ്. അതിന്റെ സ്ട്രക്ചർ നോക്കാം. സബ്ജക്റ്റ് കഴിഞ്ഞ് വില്ല് കഴിഞ്ഞ് ഹാവ് ബീൻ പ്ലസ് വെർബ് ing ആൻഡ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതും നമുക്ക് എഴുതാം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് വില്ല് കഴിഞ്ഞ് നോട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹാവ് ബീൻ എഴുതേണ്ടത്, പിന്നെ വെർബും ഒബ്ജക്റ്റും എഴുതുക എന്നുള്ളതാണ്. സെന്റൻസുകൾ നോക്കുകയാണെങ്കിൽ ഷീ വിൽ ഹാവ് ബീൻ കമ്മിങ്, അവൾ വരുമായിരിക്കും. ദേ വിൽ ഹാവ് ബീൻ കമ്മിങ്, അവർ വരുമായിരിക്കും. ഐ വിൽ ഹാവ് ബീൻ കമ്മിങ്, ഞാൻ വരുമായിരിക്കും. ഇത് വരുമായിരിക്കില്ല എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. വില്ല് കഴിഞ്ഞ് ഞാനൊരു നോട്ട് മാത്രം ചേർക്കുന്നു, പോസിറ്റീവ് സെന്റൻസിന് ഒരു മാറ്റവും ഇല്ല. എങ്ങനെ പറയും? ഷി വിൽ നോട്ട് ഹാവ് ബീൻ കമ്മിങ് അല്ലേ, അവൾ വരുമായിരിക്കില്ല. ദേ വിൽ നോട്ട് ഹാവ് ബീൻ കമ്മിങ്, അവർ വരുമായിരിക്കില്ല. ഐ വിൽ നോട്ട് ഹാവ് ബീൻ കമ്മിങ്, ഞാൻ വരുമായിരിക്കില്ല. ഫ്യൂച്ചർ ടെൻസുമായി ബന്ധപ്പെട്ട് നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഓക്സിലറി വെർബായ വില്ല് കഴിഞ്ഞൊരു നോട്ട് ചേർക്കുക, അതിനുശേഷം ബാക്കിയുള്ള എല്ലാം നിങ്ങൾ ചേർത്താൽ മതിയാവും. ഇവിടെ നിങ്ങൾക്ക് കാണാം വില്ല് കഴിഞ്ഞൊരു നോട്ട് ചേർത്തിട്ട് അതിനുശേഷം നമ്മൾ ബിയും ഹാവും ഹാവ് ബീൻ എല്ലാം യൂസ് ചെയ്തത്. അപ്പോൾ വളരെ എളുപ്പമാണ് നെഗറ്റീവ് സെന്റൻസുകൾ ഉണ്ടാക്കാൻ. അത് പ്രസന്റിലായാലും പാസ്റ്റിലായാലും ഫ്യൂച്ചർ ടെൻസിലായാലും. അപ്പോൾ ഈ പാഠത്തിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും നല്ലതുപോലെ മനസ്സിലായെന്ന് കരുതുന്നു. ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.